ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റിലുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ തിയറി പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ക്യാഷ് ഫ്ലോ? എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇറ്റ് ഷോസ് ദി ഫ്ലോ ഓഫ് ഇൻകമിങ് ക്യാഷ് ആൻഡ് ഔട്ട് ഗോയിങ് ക്യാഷ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട് ഫ്ലോയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ. അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദി ഫ്ലോ ഓഫ് ക്യാഷ് ഒക്കേഴ്സ് വെൻ എനി ട്രാൻസാക്ഷൻ മേക്സ് ചേഞ്ചസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. അപ്പോൾ ഈ ഫ്ലോ ഓഫ് ക്യാഷ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ക്യാഷിൻ്റെ ഫ്ലോ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുമ്പോഴും അതുപോലെ ക്യാഷ് നമുക്ക് വരുമ്പോഴും. അപ്പോൾ രണ്ട് ടൈപ്പ് ക്യാഷ് ഫ്ലോസ് ഉണ്ട്. ഒന്ന് ക്യാഷ് ഇൻഫ്ലോവും ഒന്ന് ക്യാഷ് ഔട്ട് ഫ്ലോവും. ക്യാഷ് ഇൻഫ്ലോ ആ വേർഡിങ്സിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. കമ്പനിയിൽ ക്യാഷിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പം ക്യാഷ് ഇൻക്രീസ് ആവുമ്പം അതിനെയാണ് ക്യാഷ് ഇൻഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And what's cash outflow? Arises when the transaction result in the increase and decrease in the cash and cash equivalents. Cash equivalents അതുപോലെ ക്യാഷിൻ്റെ ഡിക്രീസ് കാണിക്കുന്നതാണ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് ഹെൽപ്ഫുൾ ഇൻ ഷോർട്ട് ടേം പ്ലാനിങ് ആണ്. അതെന്താണ്? ക്യാഷാണ് നമുക്കല്ലേ, ക്യാഷ് ഇസ് എ ബേസിസ് ഫോർമുലേറ്റിംഗ് എനി ഫിനാൻഷ്യൽ പ്ലാൻ. നമുക്ക് ഏതൊരു ഫിനാൻഷ്യൽ പ്ലാന് നമുക്ക് ഡിസൈഡ് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ ക്യാഷിൻ്റെ ബേസിലാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്യാഷിൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു പ്ലാനും നമുക്ക് സക്സസ്ഫുള്ളി അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് പറ്റുന്നുണ്ട്? പ്രോപ്പറായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇൻവെസ്റ്റിഗേഷനും ഓപ്പറേറ്റിംഗ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് സാധിക്കുന്നത്. അതാണ് ഹെൽപ്ഫുൾ ഇൻ ഷോർട്ട് ടേം പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹെൽപ്ഫുൾ ഇൻ ഫോർമുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പോളിസീസ്. നമുക്ക് ഡിവിഡൻഡ് പോളിസി, ക്രെഡിറ്റ് പോളിസി ഒക്കെ ഉണ്ട് അല്ലേ ബിസിനസ്സിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ് അതിന് വേണ്ടിയിട്ട്. Next, provides a basis for cash budget. Cash flow is a foundation of cash budget. It forms on the basis for preparing monthly and quarterly or even annual cash budget. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യില്ല, അതായത് നമുക്ക് ഇത്ര എക്സ്പെൻസ് വേണം, അതുപോലെ ഇത്ര ഇൻകം ഉണ്ട് എന്നുള്ളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ് അല്ലേ. അതായത് ആ ഒരു ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. Reveals liquidity and solvency. Cash flow statement helps to ascertain liquidity and solvency of business. അത് നമുക്കറിയാം, ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി സോൾവൻസി ഒക്കെ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ്. ക്യാഷ്, അതായത് ക്യാഷിൻ്റെ ഡെഫിസിറ്റ്, സർപ്ലസ്, അതുപോലെ ക്യാഷിൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ നമുക്ക് എന്ത് കണ്ടാൽ മനസ്സിലാവും, എന്ത് അനലൈസ് ചെയ്താൽ മനസ്സിലാവും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. Shows the causes of change in cash position. Cash flow statement explains the reason for lower and higher cash balance with enterprise. Sometimes there is a lower of balance in spite of a higher profit or higher cash balance in spite of lower profit. Reasons such situations can be analyzed with the help of cash flow statement. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ക്യാഷിൻ്റെ പൊസിഷൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കാം അല്ലേ. അതായത് ഇപ്പോൾ ക്യാഷ് എന്തുകൊണ്ടാണ് ലോവർ ആയിപ്പോയത്, എന്തുകൊണ്ടാണ് ഹയർ ക്യാഷ് ബാലൻസ് വന്നത് എന്നൊക്കെ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ മനസ്സിലാവും. നെക്സ്റ്റ് വൺ helpful in control. Cash flow statement is a control device. A comparison of cash statement with the previous year or with the cash budget shows the variations between cash forecast and actual. നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തില്ല, ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഹെൽപ്ഫുൾ ഇൻ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻ. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലൈക്ക് പേയ്മെൻറ്റ് ഓഫ് ബോണസ്, റീപേയ്മെൻറ്റ് ഓഫ് ലോണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ദി ഫേം. അതിനൊക്കെ നമുക്ക് ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാരണമെന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ലിമിറ്റേഷൻസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന 6 പോയിൻറ്റ്സ് ഉണ്ട്, ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, നോൺ ക്യാഷ് ഐറ്റംസ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് നമ്മൾ എടുക്കില്ല. കാരണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ക്യാഷുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ ഐറ്റംസ് മാത്രമേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ
എടുക്കുമല്ലോ. അപ്പോൾ ഇഗ്നോർസ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ്, നോട്ട് suitable for income statement. An income statement shows both cash and non-cash items. It shows the net profit or loss of the firm, but cash flow statement shows only net cash inflow or outflow. This is not equal to net profit. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഈ ക്യാഷ് ഇൻഫ്ലോൻ്റെ ഔട്ട്ഫ്ലോൻ്റെയും ഒരു നെറ്റ് റിസൾട്ടാണല്ലോ. പക്ഷേ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റും ലോസിൻ്റെയും ഒരു നെറ്റ് പ്രോഫിറ്റാണോ ലോസ് ആണോ ഫേമിനുള്ളത്. അതായത് അവിടെ ക്യാഷ് ഐറ്റംസും നോൺ ക്യാഷ് ഐറ്റംസും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. നെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. Cash flow statement is not the rearrangement of information available in the income statement or balance sheet. ഇത് എന്ന് പറയുന്നത് എന്താണ്? ഓൺലി റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻഫോർമേഷൻ ആണല്ലേ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിലുള്ളതും ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഒരു റീഅറേഞ്ച്മെൻറ്റാണ് ഈ പറയുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ലിമിറ്റഡ് സ്കോപ്പ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്ഫ്ലോവും ഇൻഫ്ലോവും മാത്രമാണ്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് വെരി ലിമിറ്റഡ് ആണ്. ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മാനേജറൽ ഡിസിഷൻ, does not present true picture of liquidity. നെക്സ്റ്റ് നമുക്ക് ചില ഡെഫിനേഷൻസ് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് ഈ ഡെഫിനേഷൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഈസിയാണ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ക്യാഷ്? ക്യാഷ് കംപ്രൈസസ് ഓഫ് ക്യാഷ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ്. അല്ല, നമുക്കറിയാം ക്യാഷ് എന്ന് പറയുന്നത് ലിക്വിഡ് ക്യാഷ് ആണ്. ഓൺ ദ ഹാൻഡ് ആവാം, അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആവാം. നെക്സ്റ്റ്, ക്യാഷ് ഈക്വലൻസ് മീൻസ് ക്യാഷിൻ്റെ അതേ ഒരു ഇത് വരുന്ന ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. അതായത് ഇപ്പോൾ എന്താ പറയുന്ന ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ്, കമേഴ്ഷ്യൽ പേപ്പർ, മണി മാർക്കറ്റ് ഫണ്ട്സ്, അതൊക്കെ നമുക്ക് ക്യാഷ് ഈക്വലൻ്റ് ആയിട്ട് വരാം. അതായത് ക്യാഷിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്. നെക്സ്റ്റ്, ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ സിംപ്ലി റിഫേഴ്സ് ടു മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളത്. അതൊരു മൂവ്മെൻ്റ് ആണ്. ക്യാഷ് ഇൻഫ്ലോൻ്റെയും ക്യാഷ് ഔട്ട്ഫ്ലോൻ്റെയും മൂവ്മെൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. ക്യാഷ് ഫ്ലോസ് 2-3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ക്യാഷ് ഫ്ലോൻ്റെ ക്ലാസിഫിക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പറയുന്നതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ദ മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസ്. നമുക്കറിയാം ഒരു എൻ്റർപ്രൈസിൻ്റെ മെയിനായിട്ടുള്ള റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് സെയിൽസ്, ക്യാഷ് പർച്ചേസ്, അതുപോലെ ഗുഡ്സ് വാങ്ങുന്നത് വിൽക്കുന്നത്. നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണ്? ബിസിനസ്സിൽ എപ്പോഴും, അതായത് കണ്ടിന്യൂസ്ലി നടക്കുന്ന ആക്ടിവിറ്റീസിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലിവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഇൻഫ്ലോസും അതുപോലെ ക്യാഷ് ഔട്ട്ഫ്ലോസും ഇവിടെ കറക്റ്റ്ലി കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് ഏതൊക്കെയാണ്? ഇത് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഇൻഫ്ലോ ആണ്. അതിൽ ഫസ്റ്റ് സെയിൽസ് ഉണ്ട്, പിന്നെ ക്യാഷ് റെസീപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഫ്രം റോയൽറ്റീസ്, റീഫണ്ട് ഫ്രം ഇൻകം ടാക്സ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെയിൽ നടത്തും. നമ്മുടെ ബിസിനസ് എന്ന് വെച്ചാൽ സെയിലാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി സെയിൽ നടക്കും. അപ്പോൾ എന്താണ്? അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ് ക്യാഷ് പർച്ചേസ്, പിന്നെ നമ്മൾ എപ്പോഴും പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ്സ്, പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്? വേജസ്, സാലറി, റെൻറ്റ്, ഇൻഷുറൻസ്, പിന്നെ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ടു ഗവൺമെൻറ് ഫോർ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇത്രയും കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണെന്ന്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും കണ്ടിന്യൂസ്ലി നടക്കുന്ന ആക്ടിവിറ്റീസാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. എക്സാമ്പിൾ ക്യാഷ് സെയിൽസ്, ക്യാഷ് പർച്ചേസ്, ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ്സ്. അല്ല, ഡെപ്റ്റേഴ്സിന് നമുക്ക് പൈസ കിട്ടുന്നു, അതുപോലെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുക്കുന്നു. ഇതൊക്കെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ്, അതൊക്കെ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് വെച്ചാൽ എന്താണ്? നമ്മൾ ഏതെങ്കിലും ഫിക്സഡ് അസറ്റ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലേ, അതായത് നമ്മളൊരു ഫിക്സഡ് അസറ്റ്സ് വാങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നു, അത് നമുക്ക് ലോങ് റണ്ണിൽ നമുക്കത് യൂസ് ചെയ്യാനുണ്ടല്ലോ. പിന്നെ അതുപോലെ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുക, ഷെയർ, ഡിബെഞ്ചർ, അതൊക്കെ എന്താണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഔട്ട്ഫ്ലോ, ഇൻഫ്ലോയുടെ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് ഏതൊക്കെയാണ്? ക്യാഷ് റെസീപ്റ്റ് ഫ്രം ദി സെയിൽ ഓഫ്
ഫ്രം ദി സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്നതാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ ക്യാഷ് റെസീപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മുടെ ഫിക്സഡ് അസറ്റ് വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ ആണേ പറയുന്നത്. അപ്പോൾ ക്യാഷ് റെസീപ്റ്റ് ഫ്രം സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്യാഷ്, പിന്നെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ്, കളക്ഷൻ ഓഫ് ലോൺസ് ഫ്രം ബോറോവേഴ്സ്, അതൊക്കെ ക്യാഷ് ഇൻഫ്ലോ ആണ്. പിന്നെ ഔട്ട്ഫ്ലോസ് ഏതൊക്കെയാണ്? ക്യാഷ് പേയ്മെൻറ്റ്. നമുക്ക് എന്തെങ്കിലും ഫിക്സഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ക്യാഷ് പേയ്മെൻ്റ് ആണ്. പിന്നെ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി, നമ്മൾ പർച്ചേസ് ചെയ്താൽ പിന്നെ നമ്മൾ ലോൺ എടുത്താലൊക്കെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ക്യാഷ് ഫ്ലോ ഓഫ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു, പിന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. Financing activities are those activities which result in the changes in size and composition of owners' capital, short term and long term borrowings. അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ക്യാപിറ്റൽ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുക, അതുപോലെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്, നമ്മുടെ ഫിനാൻസിങ് പരമായിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇവിടെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് ഇൻഫ്ലോസ് ഏതൊക്കെയാണ്? ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ, ഷോർട്ട് ടേം ലോങ് ടേം ബോറോയിങ്സ്, പിന്നെ ഔട്ട്ഫ്ലോസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, പേയ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് വേർതിരിച്ച് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഏതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഏതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഏതാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് നമുക്ക് കറക്റ്റ്ലി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഡിഫറൻസ് നമ്മളിപ്പോൾ പഠിച്ചത് കൊണ്ട് നമുക്ക് ഇതിനെ വേർതിരിച്ച് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഇത് എല്ലാം മിക്സ് ആയിട്ടാണുള്ളത്, അതായത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റിയും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഒക്കെ മിക്സ് ആയിട്ടുള്ളത്. നമ്മളത് വേർതിരിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഏതൊക്കെയാണ്? ഇവിടെ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന് വെച്ചാൽ അത് ഡിബെഞ്ചർ ആണല്ലോ, ലോങ് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് ആണല്ലോ ഡിബെഞ്ചർ, ബോറോയിങ്സ് ആണ്. അപ്പോൾ അതെല്ലാം ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് വരുന്നത്. അത് ഓക്കെ. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് വരുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ്. ഇത് ഇവിടെ തന്നിട്ടുണ്ട്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്നുള്ള കോളത്തിലാണുള്ളത്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റോ? സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് അത് വരുന്നത്. ഇവിടെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് ഉള്ളത്. നെക്സ്റ്റ് വണ് ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസ് എന്തായിരുന്നു? അത് ഓപ്പറേറ്റിംഗ് ആണോ? ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആണോ നമ്മൾ ചിന്തിച്ചു പോലെ. ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഓപ്പറേറ്റിംഗ് അല്ല, അതുപോലെ ഇൻവെസ്റ്റിംഗ് അല്ല, അതുപോലെ ഫിനാൻസിങ് അല്ല. അതൊരു ക്യാഷ് ഈക്വലൻ്റ് ആണല്ലേ, ക്യാഷിനോട് നേരെ ഉള്ള ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ്സിൽ ഇവിടെ ഉണ്ട് ക്യാഷ് ബാലൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആർ ക്യാഷ് ഈക്വലൻസ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അതുപോലെ ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ് എല്ലാം ക്യാഷ് ഈക്വലൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് അതും നമ്മുടെ ഫിനാൻസിങ് ബേസ് ആണല്ലോ. ഇക്വിറ്റി ഷെയർസൊക്കെ ഫിനാൻസ് ബേസ് ആണ്. അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് വരുന്നത്. നെക്സ്റ്റ് വേജസ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസ്. ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് വേജസ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസ്. വേജസ് ആൻഡ് ഓഫീസ് എക്സ്പെൻസ് ഓഫ് കോഴ്സ് നമുക്കറിയാമല്ലോ, അതൊരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്താണ്? എപ്പോഴും ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസിങ് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് അത് വരുന്നത്. ക്യാഷ് സെയിൽസ് എന്താണ്? ക്യാഷ് സെയിൽസ് നമുക്കറിയാമല്ലോ, അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് ഓപ്പറേറ്റിംഗ് ഇതിൽ വരുന്നു. പിന്നെ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആണല്ലേ, നമ്മൾ മെഷീനറി ലോങ് ടേം അസറ്റ് ആണത്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും, അത് സെയിൽ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ലോങ് ടേം ഇൻകമാണ്. അപ്പോൾ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. സെയിൽ ഓഫ് പാറ്റൻറ്റ്.
സെയിൽ ഓഫ് പാറ്റൻറ്റും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ക്യാഷ് ഈക്വലൻ്റ് ആണ്. അത് ഒരു കാറ്റഗറിയിലും വരില്ല. ഇൻകം ടാക്സ് പെയ്ഡൊക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, നമ്മൾ കണ്ടിന്യൂസ്ലി പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം റണ്ണൊക്കെ ഇതിലാണ് വരുന്നത്, ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് വരുന്നത്. പിന്നെ റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയിലൂടെയാണ് എന്ത് കിട്ടുന്നത്, റെസിപ്റ്റ് കിട്ടുന്നത്. സോ ഓഫ് കോഴ്സ് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിലാണ് വരുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം മനസ്സിലായി എന്നാണ്. അതായത് നമ്മൾ മെയിൻലി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി എന്താണ്, ഫിനാൻസിങ് ആക്ടിവിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും.